വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശകരമായ പശ്ചാത്തലത്തിലേക്ക് ആലപ്പുഴ ജില്ലയും അതിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളും വലിയ മാറ്റങ്ങളോടെയാണ് കടന്നു വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും സവിശേഷമായിട്ടുള്ള സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ആലപ്പുഴ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു കോട്ടയാണ്. വരാനിരിക്കുന്ന പോരാട്ടത്തിനായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തതോടെ ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേവലം ഭരണം നിലനിർത്തുക എന്നതിലുപരി ജില്ലയിലെ പാർട്ടിയെ കൂടുതൽ ജനകീയവും കരുത്തുറ്റതുമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്. പുന്നപ്ര വയലാർ സമരവീര്യത്തിന്റെ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ ഓരോ ചുവടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആലപ്പുഴയിലെ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ഏറ്റവും വലിയ മാറ്റം മുതിർന്ന നേതാക്കളായിട്ടുള്ള G. സുധാകരനും തോമസ് ഐസക്കും ഇത്തവണ മത്സര രംഗത്തുണ്ട് എന്നത് തന്നെയാണ്. മുൻപ് പുറത്തു വന്ന പല റിപ്പോർട്ടുകളെയും തിരുത്തിക്കൊണ്ട് പരിചയസമ്പന്നരായിട്ടുള്ള ഈ രണ്ട് കരുത്തർ കൂടി കളത്തിലിറങ്ങുന്നത് ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജില്ലയിലെ ഏത് സീറ്റിൽ മത്സരിച്ചാലും തനിക്ക് വിജയം ഉറപ്പാണെന്ന് പ്രഖ്യാപിച്ച G. സുധാകരൻ പാർട്ടിയുടെ തീരുമാനപ്രകാരം ഇത്തവണ ജനവിധി തേടുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കും കടുത്ത വെല്ലുവിളി തന്നെയാകും. സുധാകരന്റെ സംഘടനാശേഷിയും ഭരണപാഠവും മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. മുൻപ് പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹം കൊണ്ടുവന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്നും ജനമനസ്സുകളിൽ സജീവമാണ്. അതോടൊപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ സാന്നിധ്യവും ജില്ലയിൽ ഇടതു മുന്നണിക്ക് കരുത്തു പകരും. വികസന നായകൻ എന്ന പ്രതിച്ഛായുള്ള ഐസക്കിനെ അരൂരിലോ അല്ലെങ്കിൽ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലോ പരിഗണിക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സഹായിക്കും. കിഫ്ബി പോലുള്ള പ്രധാനപ്പെട്ട പദ്ധതികളിലൂടെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഐസക്കിന് വോട്ടർമാർക്കിടയിലുള്ള സ്വീകാര്യതയും CPM വലിയ ആയുധമാക്കും. മറ്റു മണ്ഡലങ്ങളിലെ സാഹചര്യം പരിശോധിച്ചാൽ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളൊന്നുമില്ല. മണ്ഡലത്തിലെ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും CPM-ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്ത മണ്ഡലത്തിൽ സജി ചെറിയാൻ ഉണ്ടാക്കിയെടുത്ത ജനകീയ അടിത്തറ തകർക്കുക എന്നത് UDF-നും BJP-ക്കും കടുത്ത വെല്ലുവിളി തന്നെയായിരിക്കും. അരൂരിൽ സിറ്റിംഗ് MLA ദലീമയ്ക്കൊപ്പം ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. എന്നാൽ തോമസ് ഐസക്കിനെ പോലൊരു നേതാവ് എത്തുന്നതോടെ ഇവിടുത്തെ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങളും വന്നേക്കാം. കായംകുളത്ത് നിലവിലെ MLA U. പ്രതിഭയുടെ പേര് മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചകൾ ഉയരുന്നുണ്ടെങ്കിലും ബാബുജാൻ, R. നാസർ എന്നിവരുടെ പേരുകൾക്കൊപ്പം ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് പ്രതിഭയെ തന്നെ നിലനിർത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അമ്പലപ്പുഴയിൽ H. സലാമും ആലപ്പുഴയിൽ PP. ചിത്തരഞ്ജനും തന്നെയാകും CPM-ന്റെ കുന്തമുനകൾ. ഇവർ രണ്ടുപേരും കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ സജീവമായി ഇടപെടുകയും വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തവരാണ്. ആലപ്പുഴ ജില്ല ഇന്നും CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. കേരളം മുഴുവൻ പണ്ട് വലതുപക്ഷത്തേക്ക് ചാഞ്ഞപ്പോഴും തങ്ങളുടെ കരുത്ത് കാത്തു സൂക്ഷിച്ച ചരിത്രമാണ് ഈ മണ്ണിനുള്ളത്. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഇത്തവണ മുതിർന്ന നേതാക്കളെയും യുവനിരയെയും ഒരുപോലെ അണിനിരത്താനുള്ള മാസ്റ്റർ പ്ലാനിലാണ് LDF. സ്ഥാനാർത്ഥി നിർണയത്തിലെ ആദ്യഘട്ട ചർച്ചകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും G. സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ളവരെ സജീവമായി പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ദൃശ്യമാണ്. ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ പേര് ഒന്നിലധികം മണ്ഡലങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ സംഘടനാ പാടവത്തിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്ന വ്യക്തി തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് പ്രവർത്തകർക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. ജില്ലയിലെ രാഷ്ട്രീയ അന്തരീക്ഷം വിലയിരുത്തിയാൽ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ ജനകീയരായ നേതാക്കളെ തന്നെ രംഗത്തിറക്കണമെന്ന നിലപാടിലാണ് CPM. കായംകുളത്തും അരൂരിലും കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളതിനാൽ അവിടെ തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ പാർട്ടി നിശ്ചയിക്കും. U. പ്രതിഭയുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് കായംകുളത്തെ വോട്ടിംഗ് രീതിയെ സ്വാധീനിച്ചേക്കാം. എന്നാൽ അന്തിമമായി പാർട്ടിയുടെ അച്ചടക്കവും സംഘടനാ സംവിധാനവുമാകും വിജയത്തിലേക്ക് നയിക്കുകയെന്ന് നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലെയും പ്രാദേശിക പ്രശ്നങ്ങളും ജാതിമത വർണ്ണ സമവാക്യങ്ങളെ പരിശോധിച്ചാണ് CPM മുന്നോട്ട് പോകുന്നത്. തീരദേശ മേഖലയിൽ പ്രശ്നങ്ങളും കയർ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളുടെ ആവശ്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. G. സുധാകരന്റെ മടങ്ങിവരവ് ആലപ്പുഴയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റമുണ്ടാകും. മുൻപ് പാർട്ടിക്കുള്ളിലെ ചില വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു നേതാവായി മാറുകയും ചെയ്യും. MA ബേബിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം സുധാകരൻ മത്സരത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയത് അണികളിൽ വലിയ ഉണർവും നൽകിയിട്ടുണ്ട്.